ദീദി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നമുക്കിന്ന് ചെമ്മീൻ അച്ചിങ്ങയും കൂടി ഇട്ട് മെഴുക്ക് പറ്റി പോലെ ഉണ്ടാക്കാം. അതിനായിട്ട് 1/4 കിലോ അച്ചിങ്ങയും 1/4 കിലോ ചെമ്മീനും കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കുന്നതാണ്. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് ഇതിൽ. നമുക്ക് ചട്ടി ഒരു ഫ്രൈ പാന് നമുക്ക് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള. ചെറിയ ചെമ്മീനാണ് കിട്ടിയത്, കാരണം നല്ല ടേസ്റ്റായിരിക്കും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാളയും കാന്താരി മുളകും 4-5 വെളുത്തുള്ളിയും കൂടെ. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 4-5 മതി, ചെറുതാണെങ്കിൽ 6-7. അച്ചിങ്ങയും ചെമ്മീനും വേവിച്ച സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ മാത്രം ഒരു പേരിൽ നമുക്ക് ഇട്ടാൽ മതി. ഇത് നമുക്ക് വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ളു ഇടുന്നേ ഉള്ളൂ. സവാള ഒന്ന് വഴന്ന് കിട്ടാൻ മതി. ചെറിയ ചെമ്മീനായതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഇത്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം വഴന്ന് കൊടുക്കുക. ഇതിപ്പം ഉണക്കമുളക് പൊടിച്ച്, അതായത് നമ്മൾ ചതച്ച മുളകാക്കി ഇടുന്നവരുണ്ട്. പക്ഷേ വീട്ടിൽ കാന്താരി ഉള്ളവരാണ്, ഞാൻ മിക്ക ഇതിലും കാന്താരിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ വീട്ടിൽ കാന്താരി ഉള്ളത് കൊണ്ട് ഞാൻ മുളക് ഇട്ടു. ഒരു 8 മുളക് ഞാൻ ഇട്ടായിരുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണത്. മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കളറൊക്കെ നല്ലതായിരിക്കും, അധികം കളർ ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ. നല്ലവണ്ണം ഇതവിടെ കിടന്നൊന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ എന്തായാലും നമുക്ക് നോക്കാം. ചെമ്മീൻ ഏകദേശം വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി. അതിൻ്റെ തീ ഓഫ് ചെയ്യാം നമുക്ക്. ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല മണം. ഇതിൻ്റെയാണ് സവാള വഴറ്റുന്നതിൻ്റെ മണമാണോ ചെമ്മീൻ വേവിച്ചതിൻ്റെ മണമാണോ, നല്ല മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന അച്ചിങ്ങയും ചെമ്മീനും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്നുള്ളൊരിതാണ്. കഞ്ഞിക്കായിരുന്നാലും അതുപോലെ തന്നെ ചോറിനായിരുന്നാലും ഒരുപോലെ കഴിക്കാൻ. ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. നല്ലവണ്ണം കാന്താരി മുളകിൻ്റെ സവാളയുടെയൊക്കെ കൂട്ടത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കും. നല്ല മണം വന്നുണ്ട്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ആരും അങ്ങനെ വെള്ളം ഒഴിക്കില്ല, പക്ഷേ ചെമ്മീൻ വേവിച്ച സമയത്ത് കുറച്ച് വെള്ളം ഞാൻ അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ വെള്ളം കൂടെ
ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലോണം വേവട്ടെ കിടന്ന്. അങ്ങനെ ചെമ്മീനെ ഞാൻ വെള്ളം വെച്ച് ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കണ്ട, അതെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകുന്ന രീതിയിലായിപ്പോൾ. പക്ഷേ അത് ചെമ്മീൻ ഇട്ട് വേവിച്ച വെള്ളത്തിന് പ്രത്യേക ടേസ്റ്റാണല്ലോ, അതുകൊണ്ട് ഇട്ടതേ ഉള്ളൂ. ഇതവിടെ നിന്ന് ലേശം ഫ്ലെയിമൊന്ന് തീ കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് തീർച്ചയായും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ കറി, മെഴുക്ക് വരട്ടി. ഇപ്പോൾ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും എല്ലാവരും ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവരാണ്, ഇതുപോലെ വെക്കുന്നവരുമാണ്. പിന്നെ തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഇത്. വെള്ളം വറ്റി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.